സങ്കീർത്തനം 2 എന്ന് ശുശ്രൂഷയ്ക്കായി ഒരുക്കിയത്. 2 സങ്കീർത്തനത്തിൽ അല്പമായിട്ട് ചിന്തിക്കാം. വായിച്ച സങ്കീർത്തനം 2 സങ്കീർത്തനം. ഈ 2 സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്, പക്ഷെ അവിടെ എഴുതിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇതൊരു മശിഹായിക സങ്കീർത്തനവും കൂടിയാണ്. അതായത് മശിഹായെക്കുറിച്ച് മുൻകൂട്ടിയുള്ള പ്രവചനം ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 25-26 വാക്യത്തിലേക്ക് ഒന്ന് വായിക്കാവുന്നു. വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് കണ്ട് ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന എന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവ് അരുളി ചെയ്തവനെ. അപ്പൊ ഇവിടെ പറയുകയാണ്, പത്രോസും യോഹന്നാനും അവര് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു പദമാണിത്. അതായത് ഈ സങ്കീർത്തനത്തിന്റെ 1-2 വാക്യമാണ്. അവര് ആ 1-2 വാക്യം കൂട്ടിയതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനം അവർ പറയുന്നുണ്ട്, നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ഇവർ ഈ വചനം കോട്ട് ചെയ്ത് ഈ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം മുതലാണ് ഇത് ആരംഭിക്കുന്നത്. പത്രോസ് യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇവരെ കാണുമ്പോൾ പത്രോസും യോഹന്നാനും അദ്ദേഹത്തോട് പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. സ്വന്തം ഇത് പറഞ്ഞപ്പോൾ കാൽ നരിയാണി മുറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു എന്നാണ് പറയുന്നത്. അപ്പം അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്നൊരു വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി എഴുന്നേൽക്കാൻ ദൈവത്തിന്റെ ദാസന്മാർ കൽപ്പിച്ചപ്പോൾ അവര് കാലും നരിയാണി ഉറച്ച് അവർ എഴുന്നേൽപ്പാനിടയായി. ഈ വ്യക്തിയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. അപ്പം 40-ലധികം നമുക്ക് ചിന്തിക്കാം, ജന്മം മുതൽ അല്ലെങ്കിൽ ഒരു 10 വയസ്സ് മുതൽ ഇദ്ദേഹത്തെ അവിടെ ഭിക്ഷയ്ക്ക് കൊണ്ടിരുത്തിയാലും ഏകദേശം 10-30 വർഷമൊക്കെ ഇദ്ദേഹം ആ സമൂഹത്തിൽ എല്ലാവരും കാണുക ഇതൊരു മുടന്തനായിട്ട് എല്ലാവർക്കും മനസ്സിലായൊരു വ്യക്തിയാണ്. സ്തോത്രം. എന്നാൽ ആ വ്യക്തിയാണ് ഒരു സെക്കൻഡിൽ ഈ കർത്താവ് ദാസന്മാരുടെ ഒരു വാക്കിൽ എഴുന്നേറ്റ് സൗഖ്യം വന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൗഖ്യം വന്നതിന്റെ കാരണത്തെക്കുറിച്ച് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിലിങ്ങനെ പറയുന്നു, 3:16, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ അത്ഭുതം നടന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത്. അപ്പം ഇത് ജന്മന ഇദ്ദേഹം മുടന്തനായിരുന്നു. എന്നാൽ കാഴ്ചയില്ലാത്തവരാണോ, കേൾവിയില്ലാത്തവരാണോ, സംസാരശേഷി ഇല്ലാത്തവരാണോ, ആര് തന്നെ ആയിരുന്നാലും, അത് ജന്മനാ ഉള്ള വൈകല്യമായിരുന്നാൽ പോലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വിശ്വസിപ്പാൻ തയ്യാറാണ് എങ്കിൽ സ്തോത്രം, ആ നാമത്താൽ അവർ ബലം പ്രാപിപ്പാൻ, അവര് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പത്രോസ് യോഹന്നാനും ഇവിടെ ഈ വചനം കൂട്ടിയതാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ദൈവശക്തിയായി വ്യാപരിക്കും. ദൈവവചനം ദൈവശക്തിയായി വ്യാപരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വിടുതലൊക്കെ നടക്കുവാൻ കാരണമായി തീരും എന്ന് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമ്മൾക്കും കഴിയണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നമുക്ക് ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു. സ്തോത്രം. നമ്മൾ ആത്മീയമായി വളരുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം
ആത്മീയമായി വളരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുവാൻ. ഇപ്പോൾ യോഹന്നാന് യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അബ്രഹാമിനെ ദൈവം തൻ്റെ സ്നേഹിതനെന്ന് വിളിക്കുന്നു. മോശയെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നു. ഇയ്യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നു. അപ്പോൾ ദൈവത്തോട് കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചും ദൈവത്തിൽ നമുക്കൊരു സാക്ഷ്യം കേൾപ്പാൻ ഇടയായിത്തീരും. സ്വന്തം അല്ലാതെ നമ്മൾ തമ്മിൽ പുകഴ്ത്തുക എന്നുള്ളതല്ല, ദൈവത്താൽ ഒരു സാക്ഷ്യം പ്രാപിപ്പാൻ നമുക്ക് കഴിയും. സ്വന്തം എന്നിട്ട് രണ്ടാമത്തെ വചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മൂന്നാമത്തെ വചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക എന്നാണ് പറയുന്നത്. സ്വന്തം കെട്ടുകളെ പൊട്ടിക്കുക. ചില കെട്ടുകൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ പൊട്ടിക്കണം. ചില കയറുകൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ എറിഞ്ഞു കളയേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം, പൗലോസിന്റെ കൈക്ക് അണലി പറ്റിയ സാഹചര്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന പൗലോസ് അതിനെ കുടഞ്ഞ് തീയിലിട്ട് കളഞ്ഞാവും. സ്വത്രം. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ശത്രുവിനെയോ ശത്രുവിൻ്റെ പോരുകളെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇഴജാതികളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഇഴജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരികമായിട്ടല്ല, നമ്മൾ ആത്മീയമായിട്ട് മനസ്സിലാക്കണം. അതിനെ കുടഞ്ഞു കളയുവാൻ നമ്മൾക്ക് കഴിയണം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 15-14. അതെ, എത്തിയപ്പോൾ ഫെലിസ്തർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു. ശിംശോനെ കുറിച്ച് പറയുകയാണ്. 13-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ 2 പുതിയ കയറുകൊണ്ട് ശിംശോനെ കെട്ടി. എന്നിട്ട് ഫെലിസ്തർ എന്ത് ചെയ്യുകയാണ്? ശിംശോനെ കളിയാക്കുകയാണ്. അതായത് ഒരു ദൈവത്തിന്റെ അഭിഷക്തനെ ദൈവത്തെ അറിയാത്ത ജാതികൾ എന്ത് ചെയ്യുകയാണ്? പരിഹസിക്കുകയാണ്. സ്വത്രം. ഇവിടെ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വരികയും അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വത്രം. അപ്പം എന്ത് സംഭവിക്കുന്നു? തീ കൊണ്ട് ബന്ധന പോലെയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ അഴിക്കൊന്നും വേണ്ട, അത് തന്നെത്താനെ അഴിഞ്ഞു പോകുവാൻ ഇടയായി തീരുമെന്ന് നമുക്ക് മനസ്സിലാകും. സ്വത്രം. വേറെ ചില കെട്ടുകളെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കൂനിയായ ഒരു സ്ത്രീയെ കാണുവാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 18:10, 13:10. സോറി. ഒരു ശ്രമത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിൽക്കുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുത്ത് വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മുഖത്തിൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെട്ടു. ഇവിടെ പറയുകയാണ്, 18 സംവത്സരമായ രോഗാത്മാവ് ബാധിച്ച് കൂനിപ്പോയൊരു സ്ത്രീ. ആ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ആ ബന്ധനം അഴിയുകയാണ്, ആ കെട്ട് പൊട്ടിയിരിക്കുകയാണ്. സ്വത്രം. നമ്മുടെയും ചില രോഗങ്ങൾ എന്താണ്? അത് രോഗബന്ധനമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ രോഗബന്ധനം അഴിഞ്ഞു മാറും എന്ന് നാം മനസ്സിലായിക്കൊള്ളുക. സ്വന്തം. ഇത് വിശ്വസിക്കുവാനും ഇത് ഏറ്റെടുക്കുവാനും നമുക്ക് മനസ്സ് വേണം. ഇത് മനസ്സില്ല എങ്കിൽ ഇതെന്ത് ചെയ്യത്തില്ല, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകത്തില്ല എന്ന് നാം ഓർത്തുകൊള്ളുക. സ്വന്തം. ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കെട്ടുകളിൽ ഒന്നാണ്, അടുത്തൊരു കെട്ടാണ് പാപത്തിന്റെ കെട്ടുകൾ എന്ന് പറയും. ഈ പാപത്തിന്റെ കെട്ടുകളെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം, 1 യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യം. 1 യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം. യോഹന്നാൻ 3:8 മുതൽ 10 വരെ എടുത്തോ. 1 യോഹന്നാൻ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും അതിനാൽ തെളിയുന്നു.
നീതി പ്രവർത്തിക്കാത്തവനായി സോദരം, നമുക്കറിയാം പാപം ചെയ്താണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനാകുന്നു പോകാൻ ഇടയായത്. സ്തോത്രം. ആ പാപം പിന്നെന്ത് സംഭവിക്കുന്നു? മുമ്പോട്ട് നമ്മുടെ തലമുറകളിൽ കൈമാറി ഇങ്ങനെ കടന്നു വരികയാണ്. നമ്മൾ പാപം നിറഞ്ഞ ലോകത്തിൽ ജനിച്ചു വീഴുന്നു. അങ്ങനെ വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാം പാപത്തിന് അനുരൂപപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. സ്തോത്രം. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. സ്തോത്രം. എന്താ ഈ പാപം എന്ന് പറയുന്നത്? ദൈവവചനത്തിനോടുള്ള എതിരായിട്ടുള്ള മത്സരമാണ് പാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവകൽപ്പനയ്ക്കെതിരായുള്ള മത്സരമാണ്. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്ന് ദൈവം പറയുമ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ്? പാപമാണ് എന്നാ ഓർത്തുകൊള്ളണം. സ്തോത്രം. നമുക്കറിയാം, റോമർ കഴിഞ്ഞ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം വരുന്നു. അപ്പം ന്യായപ്രമാണം വായിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാപത്തെക്കുറിച്ചൊരു പരിജ്ഞാനം കിട്ടും. പക്ഷെ ഒരിക്കലും ഈ ന്യായപ്രമാണം വായിക്കാൻ നമ്മൾ പറയും പഴയ നിയമമൊക്കെ പഴയതാണ്, ഞങ്ങളിപ്പോൾ പുതിയ നിയമത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ പഴയ നിയമം വായിച്ച് നമ്മൾ പഠിക്കണം. സ്തോത്രം. അപ്പോൾ ഈ ന്യായപ്രമാണം വായിച്ചു കഴിയുമ്പോൾ പാപത്തിന്റെ പരിജ്ഞാനം ലഭിക്കും. പക്ഷേ സ്തോത്രം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം ഞാൻ ഈ പറയുന്നത് വായിക്കാൻ വേണ്ടിയല്ല, പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം 20, 21, 22, 23 എടുക്കാനല്ല, വായിക്കാനല്ല ഞാൻ പറയുന്നത്. ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോണ്ടല്ലോ പാപത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിതൊക്കെ അത്ഭുതമായിട്ട് തോന്നും, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് തോന്നും. അതുപോലെ തന്നെ നമുക്ക് കാണാം ലേവ്യ പുസ്തകം 10, 11, 18, 19, 26. ഞാനിത് പറയാൻ കാരണം, എൻ്റെ ഒരു സ്നേഹിതനായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിങ്ങനെ പാവമാണ് നമ്മൾ ദൈവത്തേക്ക് അയറ്റുന്നതെന്ന് പറഞ്ഞപ്പം അദ്ദേഹം ചോദിച്ചാൽ എന്താ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചപ്പം പെട്ടെന്ന് അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത ചില പോയിന്റുകളാണ്. അതായത് മാതാപിതാക്കളെ ശപിക്കരുത്, അത് പാവമാണ്. ഒരുപക്ഷെ ദൈവത്തെ അറിയാൻ നടക്കുന്ന സമയമാണെങ്കിൽ നമുക്കിത് അറിയത്തില്ല. അപ്പോൾ ഈ ചിലപ്പോൾ നമ്മൾ യോബൊക്കെ ഉണ്ട്, യോബൊക്കെ പറയുന്നുണ്ടല്ലേ, ജനിച്ച ദിവസത്തെ ശപിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ അപവാദം പറയരുത്, വ്യാജ വർത്തമാനം പരത്തരുത്. ഇതൊക്കെ ദൈവകൽപ്പനയാണ്. നമ്മളിതറിയാതെ നമുക്ക് ഉറപ്പില്ലാത്ത പല കാര്യങ്ങളും പലരോടും പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഈ പാപത്തിന് അടിമപ്പെട്ടു പോകുക, നമ്മളിത് അറിയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ന്യായപ്രമാണം നമ്മളെ ഈ പുസ്തകങ്ങൾ വായിച്ച്, ഞാൻ ഈ പറഞ്ഞ ചില അധ്യായങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെന്ന് സാവകാശം എടുത്ത് വായിക്കണം. പുറപ്പാട് പുസ്തകം 20, 21, 22, 23, ലേവ്യ പുസ്തകം 10, 11, 18, 19, 26. ഇതല്ല, ഇത് പഴയ നിയമത്തിൽ പാപത്തെക്കുറിച്ച് പരിജ്ഞാനം ലഭിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വായിക്കുക. പക്ഷേ നമ്മൾ പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്കെന്താണ്? നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം തരും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അപ്പം നമുക്ക് മനസ്സിലാകുമോ നമ്മൾ എത്രയോ പാപങ്ങൾ ഇതിലധികമായി ചെയ്തിരിക്കുന്നുള്ള ബോധ്യം നമുക്ക് വരും. ഇന്ന് പലർക്കും ആ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അവർക്ക് ഒരു കുറ്റബോധവുമില്ല. അവരുടെ കണ്ണിൽ എന്ത് സംഭവിക്കുന്നു? അവർ നീതിമാന്മാരാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധ്യമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വേർത്തില്ല. സ്തോത്രം. എനിക്ക് ആ കുറ്റത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ദൈവവചനത്തിന് മുമ്പ് ഇരിക്കാത്തത് കൊണ്ടും ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാത്തത് കൊണ്ടുമാണ്. സ്തോത്രം. അപ്പം നമ്മൾ ദൈവസന്നിധി ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ പാപത്തെ, എൻ്റെ കുറവിനെ എനിക്ക് ബോധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് സംഭവിക്കും? ദൈവം നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം തരും, നമ്മുടെ കുറവുകളെ നമ്മളെ ഓർമ്മിപ്പിക്കും. സ്തോത്രം. നമ്മളത് മറന്നു പോകരുത്. സ്തോത്രം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുള്ളൂ. അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടുമില്ല. അപ്പം നമ്മൾ ഇന്ന് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തു കൊടുക്കുക, നമ്മൾ ദൈവത്തെ കാണുന്നത് പോലെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നാം പാപം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം. നമുക്കറിയാം, എബ്രായരുടെ പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാളയുടെയും ആടിൻ്റെയും ഒക്കെ രക്തം എന്ന് വായിക്കാം. എബ്രായരുടെ പുസ്തകം 10:4.
പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു? യാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. സ്വതന്ത്രം. അപ്പം പഴയ നിയമത്തിലൊക്കെ എങ്ങനെയായിരുന്നു? കാളകളുടെയോ ആടിനെയൊക്കെ യാഗം കഴിച്ച് നമ്മുടെ പാപം അതിന്റെ തലയെ കെട്ടിവെച്ചിട്ട് നമുക്ക് പാപം നീക്കാമായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല എന്നൊരു കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് ഒറ്റ ഒരു ബലി, അത് പരമയാഗമായിട്ട് അർപ്പിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയിൽ പരമയാഗമായിട്ട് അർപ്പിച്ചു. നമ്മൾ ഈ കർത്താവിൽ വിശ്വസിച്ച് ഈ രക്തം എൻ്റെയും പാപത്തിന്റെ പരിഹാരമാണ് നമ്മൾ വിശ്വസിച്ച്, നമ്മളെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മൾ അതിനെ കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് ഈ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. സ്തോത്രം. എഫേസ്യരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാമല്ലോ. എഫേസ്യരുടെ പുസ്തകം 2:13. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ സമീപസ്ഥരായിരുന്നു. സമീപസ്ഥരായിരുന്നു. ആമേൻ. മുമ്പേ നമ്മൾ ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. നമുക്ക് മുമ്പേ ദൂരസ്ഥരായിരുന്നു നമ്മൾ, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. സ്തോത്രം. നമ്മൾ മറന്നു പോകരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായിട്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രക്തത്തിൽ നമ്മൾ ആശ്രയിക്കണം. സ്തോത്രം. ഈ രക്തത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മൾ വീട്ടിൽ ഒരു കുരിശ് തൂങ്ങി കിടക്കുന്ന യേശുവിനെ വെച്ചിട്ട് കാര്യമില്ല, യേശുവിന്റെ പടം വെച്ചിട്ടോ കാര്യമില്ല. പലർക്കും സംഭവിക്കുന്നത് എന്താണ്? അവർക്ക് എന്തെങ്കിലും ഒന്ന് കാണണം. അപ്പൊ ഈ കുരിശ കിടക്കുന്ന യേശുവിന്റെ പടമോ അല്ലെങ്കിൽ യേശുവിന്റെ ഒരു പടമോ ഒക്കെ വെച്ച് കഴിയുമ്പം ഞങ്ങൾക്ക് ഏകാഗ്രത കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അത് വ്യർത്ഥമാണ്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ കഴിയത്തില്ല. നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് പാപത്തിന്റെ കെട്ടാണ്. ഈ പാപത്തിന്റെ കെട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് വിടുതലുണ്ട്. കൊലോസ്യർ 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, കൊലോസ്യർ 3:9. ഇത് അന്യോന്യം ഭോഷ്ക് പറയുന്നത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചതിന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? നാം ക്രിസ്തുവിലാകും. പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? നമ്മൾ ഉരിഞ്ഞു കളയണം. ഒരു വസ്ത്രം എങ്ങനെ ഉരിഞ്ഞു കളഞ്ഞാൽ എങ്ങനെ മാറിപ്പോകുന്നു, അതുപോലെ നമ്മുടെ പാപവും നമ്മുടെ പാപപ്രവർത്തികൾ നമ്മൾ ഉരിഞ്ഞു കളയണം. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, നമ്മളെ സൃഷ്ടിച്ചവന്റെ പുതുമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. സ്തോത്രം. ഇത് ധരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് വലിയ അർത്ഥമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു ദൈവിക പരിജ്ഞാനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ ദൈവിക പരിജ്ഞാനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഇന്ന സാധനം വേണം, ഇന്ന സാധനം വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ വിധത്തിൽ ഒന്നും വളരുവാനൊന്നും സാധിക്കത്തില്ല. അപ്പം നമ്മുടെ ജീവിതം എന്ത് സംഭവിക്കും? ഈ ലോകം കൊണ്ട് അവസാനിച്ചു പോകും. സ്തോത്രം. നമ്മളത് മറന്നു പോകരുത്. സ്തോത്രം. അടുത്തതായിട്ട് നമുക്കറിയാം, പലരെയും ഈ സത്യമൊക്കെ അറിയാമെങ്കിലും പലരെയും ഈ തീരുമാനത്തിലേക്ക് നടന്നെടുക്കുവാൻ അവരൊക്കെ കഴിയാതെ വരുന്നത് പാരമ്പര്യത്തിന്റെ കെട്ടാണ്. സ്തോത്രം. ഈ പാരമ്പര്യത്തിന്റെ കെട്ട് നമുക്കറിയാം. ഈ യോഹന്നാൻ പൗലോസ് അപ്പോസ്തലനായാലും പത്രോസ് ആയാലും ഇവരൊക്കെ യഹൂദന്മാരായിരുന്നു. ഏതായാലും ഈ യഹൂദനേക്കാളും വലിയൊരു പാരമ്പര്യം ഈ കേരളത്തിലോ അല്ല ഇന്ത്യയിലോ ജനിച്ച് നമുക്ക് ആർക്കും അവകാശപ്പെടുവാനില്ല. കാരണം അവർക്കാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തത്, അവർക്കാണ് എല്ലാം ദൈവം കൊടുത്തത്. സ്വതന്ത്രം. നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ജാതികൾ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. സ്വതന്ത്രം. എന്നാൽ അത്രയും വലിയ പാരമ്പര്യം വിട്ടിട്ട്, സ്വതന്ത്രം, ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു, പരീക്ഷനായിരുന്നു, ഈ പാരമ്പര്യം എല്ലാം വിട്ടിട്ട് ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് വിദ്യ അഭ്യസിച്ചവനായിരുന്നു. ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളെല്ലാം വിട്ടിട്ട് അവർക്ക് ഈ ക്രിസ്തുവിനെ വാസ്തവമായിട്ടും കണ്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കടന്നു വരുവാൻ സാധിച്ചത് അവർക്ക് ആ മറിഞ്ഞു കിടന്ന മർമ്മം ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് അതിന്റെ ആഴം മനസ്സിലായതുകൊണ്ടാണ്. സ്തോത്രം. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യത്തിലേക്ക് വന്നോട്ടെ. 1 പത്രോസ് 1:18-19. പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നു. പറയുകയാണ് വ്യർത്ഥവും പൊതുപാരമ്പര്യവുമായുള്ള. അപ്പോൾ ഇത്
ഇതിൽ നിന്നൊക്കെ നമ്മളെ ദൈവം വീണ്ടെടുത്തു. നമ്മുടെ ഈ പുതുപാരമ്പര്യങ്ങളിൽ നമ്മൾ ഈ പ്രശംസിക്കുന്ന പലതും എന്താണ്? ഇതെല്ലാം വ്യർത്ഥമാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. നമ്മൾ ചിലപ്പോൾ പറയും നമ്മൾ വലിയ കുടുംബക്കാരാ, ഞങ്ങൾ ഇത്രയും വീട്ടുകാരുണ്ട്, ഇത്രയും വീട്ടുകാരുടെ പഴയ കുടുംബമായിരുന്നു, ഞങ്ങൾക്ക് ഇത്രയും ആസ്തി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അന്ന് അതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇതെല്ലാം എന്താണെന്ന് പറയുക എല്ലാം വെറുതെയാണ്. സഹോദരൻ, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ യഹൂദൻ്റെ അത്രയും വലിയ പാരമ്പര്യം നമുക്ക് അവകാശപ്പെടുവാനല്ല. എന്നിരുന്നാൽ പോലും എന്താണ്, ആ യഹൂദന്മാരായിരുന്ന വ്യക്തികൾ പറയുകയാണ്, കർത്താവും പൊതുപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. അത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല. പൊന്നും വെള്ളിയും ഒക്കെ എന്താണ്? അഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. സ്വന്തം ഇന്നിപ്പോൾ അവനൊക്കെ ഇങ്ങനെ വില ഇങ്ങനെ കൂടിക്കൂടി പോവാ. എന്നിരുന്നാലും മനസ്സിലാക്കിക്കൊള്ളുക, ഈ പൊന്നും വെള്ളിയും ഒക്കെ എന്താണ്? അഴിഞ്ഞു പോകുന്നതാണ്. സ്വന്തം അതോടെ പറയാതെ വിലയേറിയ ഒരു രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു എന്ന് നമ്മൾ മറന്നു പോകരുത്. ആ രക്തത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം എന്നാണ് സ്തോത്രം നമുക്ക് പറയാനുള്ളത്. സ്തോത്രം. നമുക്കറിയാം, 2-ാം സങ്കീർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 4-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നതാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെക്കുറിച്ചാണ് വാക്യമൊക്കെ സൂചിപ്പിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊടുക്കുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, ഉത്സവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപ്പെടുത്തി ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുകയും ഭയത്തോടെ യഹോവയെ സേവിക്കുകയും വിറയലോടെ ഘോഷിച്ചുള്ള സത്യം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുകയും. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ രാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ പ്രവചിക്കുന്നത്, ദാവീദ് പ്രവചിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ദാവീദ് പ്രവചിക്കുന്നത്. സ്തോത്രം. എന്താണ് ഇനി നടക്കുവാൻ പോകുന്നത്? അല്ല എങ്കിൽ പൊന്തിയോസ് പീലാത്തോസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെതിരായി ഈ ശക്തികളൊക്കെ ഉയർന്നു വരുമ്പോൾ പറയുകയാണ്, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്ന കർത്താവ് അവരെ പരിഹസിക്കുന്നു. അപ്പോൾ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് അവർ ചിന്തിക്കുകയാണ്, ഇവനെ അങ്ങ് തീർത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടെല്ലാം കഴിഞ്ഞു. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ മറന്നിരിക്കുകയായിരുന്നു. സ്തോത്രം. അതിന്റെ 12-ാം വാക്യത്തിലുണ്ട്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമത്തുകയും. ഈ വാസ്തവമായിട്ട് ദൈവജനം ഒന്നും അറിയാത്ത സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ പുത്രന്മാരില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന്, ആൺകുഞ്ഞുങ്ങളില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ വഴിയിൽ വെച്ച്, അതായത് നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ചുംബിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നിത്യജീവനുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. അത് നമുക്ക് ജീവനോട്ടിരിക്കുന്ന സമയത്താണ് നമ്മളിത് തിരഞ്ഞെടുക്കേണ്ടത്. വിലയേറിയത് എന്താണ്? അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഒരു കൃഷിസ്ഥലത്ത് ഒരു നിധി കുഴിച്ചിട്ടു. നമുക്കത് അറിയാമെങ്കിൽ, അവിടെ നിധി ഉണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കുള്ളതെല്ലാം വെച്ചിട്ട് ആ വയലും മേടിക്കും. നമുക്ക് ആ ബോധ്യമില്ല, നമ്മൾ മേടിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു നിത്യജീവൻ ഉണ്ടോ എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ നിത്യജീവനായിക്കൊണ്ട് നമ്മൾ ജീവനോടിരിക്കുന്ന ഈ സമയം നമ്മൾ ഒരുങ്ങണം. ഒരുങ്ങുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ ജീവിച്ചങ്ങ് പോകും. അവസാനം നമ്മുടെ മരണശേഷം ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. ഇവിടെ നിന്ന് പാസ്റ്റർമാർ പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ കുറച്ച് രൂപക്കുറ്റി വീശിയാലോ കുർബാന കഴിച്ചാലോ ആർക്കും ഒന്നും അവിടെ ചെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആയതിനാൽ നമ്മൾ ജീവനോടിരിക്കുമ്പോൾ ഈ ദൈവവചനം വായിച്ച് മനസ്സിലാക്കി ഈ ദൈവവചന പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിക്കും, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാചി തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിയാം, മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കും. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാചി തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്വന്തം നമ്മളെ പാപത്തിൽപ്പെടുത്തി പാപത്തിൽ തന്നെ തുടരുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. കാരണം പിശാചിനറിയാം ഇനി അല്പസമയമേ ഉള്ളൂ അവന് പെട്ടെന്ന് പ്രവർത്തിക്കണമെന്ന്. എന്നാൽ നമുക്ക് ഈ ബോധ്യമില്ല. നമ്മൾ വിചാരിക്കുന്നത് കർത്താവ് വരാൻ ഇനി സമയമുണ്ട്
ഇനിയും അപ്പം ഇവര് 2000 വർഷം കൊണ്ട് ഇവര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഇനിയും സമയമുണ്ട്, നമുക്ക് നാളെ ഒരുങ്ങാം, മറ്റന്നാൾ ഒരുങ്ങാം എന്നും പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. നമ്മളൊന്ന് ചിന്തിച്ചോളുക, നമ്മുടെ ആയുസ്സിന് ദൈവം എന്ന് ചോദിച്ചാൽ നമുക്ക് നാളത്തേക്ക് ഒരുങ്ങാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നായിരിക്കുന്ന സമയം തന്നെ നമ്മൾ ദൈവവചനം വായിച്ച് ദൈവവചന പ്രകാരം ജീവിക്കാനും ദൈവവചന പ്രകാരം ഒരുങ്ങുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. സ്തോത്രം. 1 തെസ്സലോനിക്കരുടെ പുസ്തകം 4-ാം അധ്യായം 16-17 വാക്യം പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യത്തിൽ ഞാൻ വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ വരവിന് അധിക സമയമില്ല എന്നൊരു കാര്യം നാം മറന്നു പോകരുത്. കർത്താവ് കടന്നു വരുമ്പോൾ സ്തോത്രം, അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ശേഷം എന്ത് ചെയ്യും? ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ കടന്നു ചെല്ലും. സ്തോത്രം. നാം ഇത് മറന്നു പോകരുത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഇതാണ്, കർത്താവിനോട് കൂടെ നിത്യമായി വസിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ കുറേ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഇങ്ങനെ ജീവിച്ചു പോയിട്ട് മരിക്കുക എന്നുള്ളതല്ല. സ്തോത്രം. നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ ഒരുങ്ങണം. അപ്പൊ അതിന്റെ സമയത്തെക്കുറിച്ച് അതിന് താഴെ എഴുതിയിട്ടുണ്ട്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന് നാളെ വരുന്നു. നാം ഇത് മറന്നു പോകരുത്. സ്തോത്രം. നാളെ ഒരുങ്ങാം എന്നൊന്നും നാം ഒരിക്കലും ചിന്തിക്കരുത്. ഇപ്പോൾ ഈ നിമിഷം മുതൽ നമ്മൾ ഈ വിഷയത്തിനായി നമ്മൾ ചൂടുവെക്കുക. നമ്മൾ ഈ പറഞ്ഞ വചനങ്ങളൊക്കെ വായിക്കുക. പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം ഒക്കെ വായിച്ച് നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായ അറിവുകൾ നേടി ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവ് തരുന്ന പാപം, നമ്മുടെ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും. നമ്മൾ അന്ന് പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി, അല്ലെ അന്ന് പ്രവർത്തിച്ച് ഇത് തെറ്റിപ്പോയി, അങ്ങനെ നമ്മൾ തിരുത്തി മുന്നേറുവാനും ദൈവവചനപ്രകാരം നമ്മളെ തന്നെ ഒരുക്കുവാനും ഒക്കെ നമുക്ക് കഴിയിട്ട് നമുക്ക് പുത്രനെ ചുംബിക്കാം, പുത്രനോട് കൂടെ ചേർന്നിരിക്കാം, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. ദൈവവചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.